സെപ്റ്റംബർ 9 ഫ്രാൻസ് ഒരു നിർണായക നിമിഷത്തിന് സാക്ഷ്യം വഹിക്കാൻ പോവുകയാണ്. എന്താണ് ആ നിർണായകമായിട്ടുള്ള കാര്യം? തീർച്ചയായും എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. അതായത് ഫ്രാൻസിൻ്റെ വിധി സെപ്റ്റംബർ 9 എന്നാണ് ഇപ്പോൾ വരുന്ന വാർത്തകൾ. പ്രധാനമന്ത്രി ഫ്രാൻസുവ ബെയ്റൂവിനെതിരെയുള്ള അവിശ്വാസ പ്രമേയം വോട്ടിനെടുത്തതോടെ രാജ്യത്തിൻ്റെ രാഷ്ട്രീയ ഭാവിയും സാമ്പത്തിക ഭാവിയും നിർണ്ണയിക്കപ്പെടും. അതായത് പ്രസിഡന്റിനെതിരെയുള്ള അവിശ്വാസ പ്രമേയം വോട്ടിനിടുന്ന ദിവസം പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ പോലും ആശങ്കയോടെ നോക്കിക്കാണുന്ന ഈ വോട്ടെടുപ്പ് ഫ്രാൻസിനെ ഒരു രാഷ്ട്രീയ സാമ്പത്തിക പ്രതിസന്ധിയിലേക്കാണ് തള്ളിവിടുന്നത്. നിലവിൽ ഇടത് വലത് പാർട്ടികൾ ഒരുപോലെ ബെയ്റൂവിനെതിരെ വോട്ട് ചെയ്യുമെന്ന് പ്രഖ്യാപിച്ചതോടെ അദ്ദേഹത്തിൻ്റെ പരാജയ സാധ്യത വർദ്ധിച്ചിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ എല്ലാവരുടെയും കണ്ണുകൾ പ്രസിഡന്റ് മാക്രോണിലേക്കാണ്. ബെയ്റൂവിനെ പരസ്യമായി പിന്തുണയ്ക്കുന്നുണ്ടെങ്കിലും പാർലമെൻറ്റ് പിരിച്ചുവിട്ട് പുതിയ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാൻ മാക്രോൺ മടിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ആണ് രാഷ്ട്രീയ നിരീക്ഷകർ ഉറ്റുനോക്കുന്നത്. ഒരുപക്ഷെ പുതിയൊരു തെരഞ്ഞെടുപ്പ് രാജ്യത്തെ കൂടുതൽ അസ്ഥിരമാക്കുമോ എന്ന അദ്ദേഹത്തിൻ്റെ ഭയമാകാം ഇതിന് പിന്നിൽ. ഈ രാഷ്ട്രീയ അനിശ്ചിതത്വം ഇതിനകം തന്നെ സാമ്പത്തിക മേഖലയിൽ പ്രകമ്പനം സൃഷ്ടിച്ചു. അപ്പോൾ സാമ്പത്തിക ലോകത്തെ പ്രതിഫലനങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം. ഓഹരി വിപണി തകർച്ച ഫ്രാൻസിൻ്റെ പ്രധാന ഓഹരി സൂചികയായ CAC 40 ഏകദേശം 2% ഇടിഞ്ഞു. ഇത് ഫ്രാൻസിലെ പ്രമുഖ ബാങ്കുകളുടെ ഓഹരികളെയും എല്ലാം തന്നെ പ്രതികൂലമായി ബാധിച്ചിരിക്കുകയാണ്. കടക്കണി ഭീഷണി ഫ്രഞ്ച് സർക്കാർ ബോണ്ടുകളുടെ വരുമാനം 3.53% ഉയർന്നു. യൂറോ സോൺ സാമ്പത്തിക പ്രതിസന്ധി സമയത്ത് കണ്ടതിന് സമാനമായ അവസ്ഥയാണിത്. സർക്കാരിൻ്റെ കടമെടുപ്പ് ചെലവ് വർദ്ധിക്കുന്നു എന്നതാണിത് സൂചിപ്പിക്കുന്നത്. സെപ്റ്റംബർ 9 വോട്ടെടുപ്പ് ഫലം എന്തായാലും ഫ്രാൻസിൻ്റെ ഭാവിയെ അത് നിർണ്ണയിക്കപ്പെടും. സെപ്റ്റംബർ 9 ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ കൂടിയാണ് ബാക്കിയുള്ളത്. ഇന്നിപ്പോൾ 30 ആയിട്ടുണ്ട്, ഓഗസ്റ്റ് 30 ആയിട്ടുണ്ട്. പുതിയ പ്രധാനമന്ത്രി അധികാരത്തിലേറുമോ അതോ രാജ്യം പുതിയൊരു തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുമോ എന്ന് കാത്തിരുന്നു കാണേണ്ടിയിരിക്കുന്നു. അതായത് രാജ്യം പുതിയ തെരഞ്ഞെടുപ്പിലേക്ക് വരുമോ എന്നുള്ളൊരു ആശങ്കയാണ് എല്ലാവരെയും അലട്ടുന്നത്. അപ്പോൾ ലോകം മുഴുവൻ ഇപ്പോൾ മാക്രോണിൻ്റെ അടുത്ത നീക്കത്തിനായി ആകാംക്ഷയോടെ ഉറ്റുനോക്കുകയാണ്. ഇപ്പോൾ ഫ്രാൻസിനെ സംബന്ധിച്ചിടത്തോളം പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ പോലും ആശങ്കയോടെ നോക്കിക്കാണുന്ന ഒരു വോട്ടെടുപ്പിലേക്കാണ് എത്തുക. ഫ്രാൻസിനെ ഒരു രാഷ്ട്രീയ സാമ്പത്തിക പ്രതിസന്ധിയിലേക്കാണ് തള്ളിവിട്ടിരിക്കുന്നത്. നിലവിൽ ഇടതു വലത് പാർട്ടികൾ ഒരുപോലെ ബെയ്റൂവിനെതിരെ വോട്ട് ചെയ്യുമെന്ന് പ്രഖ്യാപിച്ചതോടെ അദ്ദേഹത്തിൻ്റെ പരാജയം ഏറെക്കുറെ ഉറപ്പായിരിക്കുകയാണ്. കാരണം ഇതിപ്പോൾ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലേക്കാണ് രാജ്യത്തെ കൊണ്ടെത്തിക്കുക. കാരണം നിലവിൽ ഇടതു വലത് പാർട്ടികൾ ഒരുപോലെ ഈ ബെയ്റൂവിനെതിരെ വോട്ട് ചെയ്യുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ട് അയാൾ തോക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പരാജയ സാധ്യത വർദ്ധിച്ചിരിക്കുകയാണ്. ഈ സാഹചര്യത്തിലാണ് എല്ലാവരുടെയും കണ്ണുകൾ പ്രസിഡന്റ് മാക്രോണിലേക്ക് ചെന്ന് നിൽക്കുന്നത്. ബെയ്റൂവിനെ പരസ്യമായി പിന്തുണയ്ക്കുന്നുണ്ടെങ്കിലും പാർലമെൻറ്റ് പിരിച്ചുവിട്ട് പുതിയ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാൻ മാക്രോൺ മടിക്കുന്നത് എന്തുകൊണ്ടാണെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഉറ്റുനോക്കുന്നത്. കാരണം ഈ നിലവിൽ ഇടത് വലത് പാർട്ടികളെല്ലാം ഇയാളെ ഒരുപോലെ എതിർക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായും പാർലമെൻറ്റ് പിരിച്ചുവിട്ട് പുതിയ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിട്ട് കാര്യമില്ല, കാരണം ഇയാൾ ജയിക്കില്ല. അപ്പം ഒരുപക്ഷെ പുതിയൊരു തെരഞ്ഞെടുപ്പ് രാജ്യത്തെ കൂടുതൽ അസ്ഥിരമാക്കുമോ എന്ന ഭയം, അതായത് പുതിയ തെരഞ്ഞെടുപ്പ് വന്ന് ഇയാൾ പരാജയപ്പെടുകയും വേറൊരു ആൾ വരികയും ചെയ്താൽ ഈ രാജ്യത്തെ മറ്റൊരു അസ്ഥിരതയിലേക്ക് കൊണ്ട് എത്തിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ ഫ്രാൻസിനെ സംബന്ധിച്ചിടത്തോളം ഫ്രാൻസിൻ്റെ ഏറ്റവും വലിയ മറ്റൊരു പ്രത്യേകത അവരുടെ സാമ്പത്തിക രംഗത്തുള്ള ഇടയ്ക്കുണ്ടായ മേൽക്കോയ്മയും അതൊക്കെ തന്നെ ഫ്രാൻസിനെ സംബന്ധിച്ചിടത്തോളം ഏറെ നിർണായകമായ ഒന്നാണ്. അതായത് ഫ്രാൻസ് പലപ്പോഴും ഈ മറ്റ് രാജ്യങ്ങൾക്ക് മാതൃകയാകുന്ന വിധത്തിലുള്ള പല പ്രവർത്തനങ്ങളും ഫ്രാൻസിൻ്റെ ഭാഗത്തുനിന്ന് കാഴ്ചവെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഇപ്പോൾ നിലവിൽ നിൽക്കുന്ന ഈ ഒരു വ്യവസ്ഥ മാറിക്കഴിഞ്ഞാൽ ഫ്രാൻസിനെ സംബന്ധിച്ചിടത്തോളം വലിയ ബുദ്ധിമുട്ടിലേക്ക് ഫ്രാൻസിനെ കൊണ്ടെത്തിക്കും. അതുമാത്രമല്ല അവിടുത്തെ ജനങ്ങൾക്ക് മുഴുവൻ വലിയ ബുദ്ധിമുട്ടുണ്ടാവും. കാരണം ഫ്രാൻസ് ഈ പറഞ്ഞതുപോലെ ഫ്രാൻസുമായി ബന്ധപ്പെട്ട് ഈ ഒരുപാട് രാജ്യങ്ങൾ ഫ്രാൻസിൻ്റെ പല നടപടികളെ ചോദ്യം ചെയ്യുന്നുണ്ട്. അപ്പോൾ പലസ്തീനെ ഒരു പരമാധികാര രാഷ്ട്രമായി അംഗീകരിക്കാൻ ഫ്രാൻസ് തയ്യാറെടുക്കുന്നതിനെ പലരും പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ ഐക്യരാഷ്ട്രസഭ സമ്മേളനത്തിൽ പാലസ്തീൻ്റെ രാഷ്ട്രപദവി ഔദ്യോഗികമായി അംഗീകരിക്കുമെന്ന് ഫ്രഞ്ച് പ്രസിഡന്റ് പ്രഖ്യാപിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മറ്റൊന്ന് ഈ പറഞ്ഞതുപോലെ ഗസയിലെ യുദ്ധം അവസാനിപ്പിച്ച് പാലസ്തീൻ പൗരസമൂഹത്തെ രക്ഷിക്കുക എന്നതിന് ഫ്രാൻസ് മുൻഗണന നൽകുന്നു. മാക്രോൺ ഈ കാര്യത്തിലൊക്കെ വലിയ വ്യക്തമായ തീരുമാനങ്ങൾ അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു. ഈ നീക്കത്തോടെ
ഇത്തരമൊരു നടപടി സ്വീകരിക്കുന്ന ആദ്യത്തെ പ്രധാന പാശ്ചാത്യ ശക്തിയും G7 കൂട്ടായ്മയിലെ ആദ്യത്തെ രാജ്യവുമാണ് ഫ്രാൻസ്. അതുപോലെ തന്നെ ഐക്യരാഷ്ട്രസഭയിലെ അംഗങ്ങളായ ഈ പറഞ്ഞതുപോലെ ഐക്യരാഷ്ട്രസഭയുമായി ബന്ധപ്പെട്ടും 193 രാജ്യങ്ങളിൽ 147 രാജ്യങ്ങളാണ് ഇതുവരെ പാലസ്തീനെ രാഷ്ട്രമായി അംഗീകരിച്ചത്. പാലസ്തീനെ ഒരു രാഷ്ട്രമായി ഔദ്യോഗികമായി അംഗീകരിക്കുന്ന 148ാമത്തെ രാജ്യമാണ് ഫ്രാൻസ്. ഫ്രാൻസിൻ്റെ തീരുമാനത്തെ ഇസ്രയേലും US-ഉം ശക്തമായി തന്നെ അപലപിക്കുന്ന സമയമൊക്കെ ഉണ്ടായിരുന്നു. ഫ്രാൻസിൻ്റെ തീരുമാനം ഹമാസിൻ്റെ ഭീകരതയ്ക്കുള്ള സമ്മാനവും ഇസ്രയേലിൻ്റെ നിലനിൽപ്പിന് ഭീഷണിയുമാണെന്നാണ് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ആരോപിച്ചത്. ഗസയെപ്പോലെ ഇറാനെ അനുകൂലിക്കുന്ന മറ്റൊരു ഭൂപ്രദേശം പശ്ചിമേഷ്യയിൽ സൃഷ്ടിക്കുന്നത് അപകടകരമാണ്. അത് ഇസ്രയേലിനെ ഉന്മൂലനം ചെയ്യാനുള്ള വിക്ഷേപണ തറ ഒരുക്കലാണ് എന്നും നെതന്യാഹു വ്യക്തമാക്കുന്നുണ്ടായിരുന്നു. ഫ്രാൻസിൻ്റെ തീരുമാനം ഹമാസിൻ്റെ അജണ്ടകളെ പിന്തുണയ്ക്കുന്നതാണെന്നും അത് പശ്ചിമേഷ്യയിൽ സമാധാനം സ്ഥാപിക്കുന്നതിന് തിരിച്ചടിയാണെന്നുമാണ് US ആരോപിച്ചത്. ഏതായാൽ ഹമാസിനെ പിന്തുണയ്ക്കുന്നതാണ് ഈ തീരുമാനമെന്ന ആരോപണം ഫ്രാൻസ് തള്ളിയ സാഹചര്യവും നിലനിൽക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് വിഷയങ്ങൾ വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ കത്തിലെ ഉള്ളടക്കം സംബന്ധിച്ച് ഇതുമായി ബന്ധപ്പെട്ടൊരു കത്തുണ്ടല്ലോ, അപ്പോൾ US അംബാസഡർ വിളിച്ചു വരുത്തി ഫ്രാൻസ് വരികയാണ്. നയതന്ത്ര ബന്ധത്തിൽ വിള്ളലുണ്ടായിട്ടുണ്ട്. ഫ്രാൻസിലെ വർദ്ധിച്ചു വരുന്ന ജൂതവിരോധത്തിനെതിരെ സർക്കാർ വേണ്ടത്ര നടപടിയെടുക്കുന്നില്ലെന്ന് ആരോപിച്ച് US അംബാസഡർ ചാൾസ് കഷ്ണർ ഫ്രഞ്ച് പ്രസിഡന്റ് അയച്ച കത്ത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തിൽ പുതിയൊരു തർക്കത്തിന് തിരികൊളുത്തി. കത്തിലെ ഉള്ളടക്കം അസ്വീകാര്യമെന്ന് വിശേഷിപ്പിച്ച ഫ്രാൻസ് US അംബാസഡറെ വിളിച്ചു വരുത്തി. ജൂതവിരോധം തടയുന്നതിൽ ഫ്രഞ്ച് സർക്കാർ പരാജയപ്പെട്ടുവെന്ന് ആരോപിച്ചുകൊണ്ടുള്ള അംബാസഡറുടെ കത്ത് ദി വാൾ സ്ട്രീറ്റ് ജേർണലിലാണ് പ്രസിദ്ധീകരിച്ചത്. ഏതായാലും ഹമാസ് ഇസ്രായേൽ സംഘർഷം ആരംഭിച്ചതിന് ശേഷം ഫ്രാൻസിൽ ജൂതവിരോധം വർദ്ധിച്ചുവെന്നും ജൂതന്മാരെ തെരുവുകളിൽ ആക്രമിക്കുകയും അവരുടെ വ്യാപാര സ്ഥാപനങ്ങൾ നശിപ്പിക്കുകയും ചെയ്യുന്നുവെന്നും കത്തിൽ ചൂണ്ടിക്കാട്ടി. ജൂത സമൂഹത്തിൻ്റെ സുരക്ഷ ഉറപ്പാക്കുന്നതിനായി വിദ്വേഷ കുറ്റകൃത്യങ്ങൾക്കെതിരെയുള്ള നിയമങ്ങൾ കൂടുതൽ കർശനമായി നടപ്പാക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. കൂടാതെ പാലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കാനുള്ള ഫ്രാൻസിൻ്റെ നീക്കം ജൂതവിരോധം വളർത്തുന്നുവെന്നും അദ്ദേഹം ആരോപിക്കുകയുണ്ടായി. എന്നാൽ ഈ ആരോപണങ്ങൾ ഫ്രഞ്ച് വിദേശകാര്യ മന്ത്രാലയം പൂർണ്ണമായും തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. ജൂതവിരോധം ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ലെന്നും ഫ്രഞ്ച് വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ അറിയിക്കുകയുണ്ടായി. അപ്പോൾ നയതന്ത്ര ബന്ധങ്ങളെക്കുറിച്ചുള്ള 1961 വിയന്ന കൺവെൻഷൻ ലംഘിച്ച് മറ്റൊരു രാജ്യത്തിൻ്റെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടുന്നത് അനുവദനീയമല്ലെന്നും ഫ്രാൻസ് കുറ്റപ്പെടുത്തി. മുൻ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ മരുമകൻ ഈ ജാറദ് കഷ്ണറുടെ പിതാവാണ് ഈ ചാൾസ് കഷ്ണർ എന്നും നമുക്കറിയാമല്ലോ. അപ്പോൾ സ്വാഭാവികമായും ഫ്രാൻസിൻ്റെ ഒരു നിർണായകമായ ദിനമായിരിക്കും ഇനി വരാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഫ്രാൻസിലുള്ള ഓരോ ജനതയും വളരെ ആകാംക്ഷയിലാണ്.